സൗദി അറേബ്യയിലെ എണ്ണ ശുദ്ധീകരണശാലകളിലൊന്നായ റാസ് തനൂറയ്ക്ക് നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണം. ആക്രമണത്തെ തുടർന്ന് അരാംകോ ശുദ്ധീകരണശാലയുടെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചു. റാസ് തനൂറ ലക്ഷ്യമിട്ടെത്തിയ 2 ഡ്രോണുകൾ തകർത്തെന്ന് സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. എന്നാൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായാണ് ശുദ്ധീകരണശാല അടച്ചത്. പ്രതിദിനം 5.5 ലക്ഷം ബാരൽ എണ്ണ ശുദ്ധീകരിക്കാൻ ശേഷിയുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. അരാംകോ ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കിയിട്ടില്ലെങ്കിലും അൽ അറേബ്യ TV വഴി സൗദി അധികൃതർ വിവരം സ്ഥിരീകരിച്ചു. 2 ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ആക്രമണത്തിന് ശ്രമം നടന്നതെന്ന് പ്രതിരോധ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കി. ആകാശത്ത് വച്ച് തന്നെ സൈന്യം ഡ്രോണുകളെ വെടിവെച്ചിട്ടു. തകർക്കപ്പെട്ട ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ പതിച്ചതിനെ തുടർന്ന് പ്ലാന്റിൽ ചെറിയ രീതിയിൽ തീപിടുത്തമുണ്ടായെങ്കിലും ഉടൻ തന്നെ അത് നിയന്ത്രണ വിധേയമാക്കി. ഇറാൻ ബന്ധമുള്ള ഡ്രോണുകളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടുകളില്ല. സുരക്ഷാ മുൻകരുതൽ എന്ന നിലയിലാണ് പ്ലാന്റ് താൽക്കാലികമായി അടച്ചതെന്ന് റിപ്പോർട്ട് പുറത്തുവരുന്നു. സ്ഥലത്തു നിന്നും പുക ഉയരുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. നിലവിൽ സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്നും മേഖലയിൽ സുരക്ഷാ സന്നാഹങ്ങൾ ശക്തമാക്കിയതായും അധികൃതർ അറിയിച്ചു. സംഘർഷം മുറുകിയതോടെ 4 വർഷത്തിന് ക്രൂഡ് ഓയിലിന്റെ വില അതേസമയം സംഘർഷം മുറുകിയതോടെ 4 വർഷത്തിനിടയിൽ ക്രൂഡ് ഓയിലിന്റെ വില കുതിച്ചുയരുകയാണ്. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതവും തുലാസിലായിരിക്കുകയാണ്. ആക്രമണം എണ്ണ ഉൽപാദനത്തെയോ വിതരണത്തെയോ ബാധിച്ചിട്ടില്ലെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയെങ്കിലും പ്ലാന്റ് അടച്ചിട്ടത് ഭാവിയിൽ ബാധിക്കുമോ എന്ന കാര്യത്തിൽ അരാംകോ ഔദ്യോഗിക വിശദീകരണം നൽകിയിട്ടില്ല. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ശനിയാഴ്ച അമേരിക്കയും ഇസ്രയേലും ഇറാന് നേരെ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് മേഖലയിൽ സംഘർഷം വ്യാപിച്ചത്. ഇസ്രയേലിന് പുറമെ സൗദി അറേബ്യ, ഖത്തർ, UAE, കുവൈറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങൾക്കും മറ്റ് കേന്ദ്രങ്ങൾക്കും നേരെ ഇറാൻ തിരിച്ചടി നൽകുകയായിരുന്നു. തങ്ങളുടെ വ്യോമാതിർത്തിയോ മണ്ണോ ഇറാന് നേരെയുള്ള ആക്രമണത്തിന് വിട്ടു നൽകില്ലെന്ന് വ്യക്തമാക്കിയിട്ടും ഇറാൻ നടത്തിയ നീക്കം ഭീരുത്വമാണെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഒരു കാരണവശാലും ഈ ആക്രമണത്തെ ന്യായീകരിക്കാനാവില്ല. ഇതിൽ പ്രതിഷേധം അറിയിക്കാൻ സൗദിയിലെ ഇറാൻ അംബാസഡർ അലി റസാനായിത്തെ റിയാദ് വിളിച്ചു വരുത്തി. US എംബസി കുവൈത്തിലുള്ള അമേരിക്കൻ പൗരന്മാർക്ക് അത്യാവശ്യ സുരക്ഷാ മുന്നറിയിപ്പും നൽകി. രാജ്യത്ത് മിസൈൽ ഡ്രോൺ ആക്രമണ ഭീഷണി തുടരുന്നതായി എംബസി അറിയിച്ചു. സാഹചര്യം പരിഗണിച്ച് എംബസി പരിസരത്തേക്ക് വരാതിരിക്കണമെന്ന് പൗരന്മാരോട് ആവശ്യപ്പെട്ടു. കൂടാതെ വീടുകളിൽ തന്നെ തുടരുകയും ജനാലുകളിൽ നിന്ന് അകന്ന് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് അഭയം പ്രാപിക്കണമെന്നും നിർദ്ദേശിച്ചു. അതേസമയം ഇന്ന് രാവിലെ നിരവധി US സൈനിക വിമാനങ്ങൾ കുവൈത്തിൽ അപകടത്തിൽപ്പെട്ടതായി മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഔദ്യോഗിക വക്താവ് അറിയിച്ചു. എന്നാൽ വിമാനങ്ങളിലെ മുഴുവൻ ക്രൂ അംഗങ്ങളും സുരക്ഷിതരാണെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു. സംഭവത്തിന് പിന്നാലെ ബന്ധപ്പെട്ട അധികാരികൾ ഉടൻ തന്നെ തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ക്രൂ അംഗങ്ങളെ ഒഴിപ്പിച്ച് ആശുപത്രിയിലേക്ക് മാറ്റി ആരോഗ്യ പരിശോധനയും ആവശ്യമായ ചികിത്സയും നൽകി. അവരുടെ ആരോഗ്യനില സ്ഥിരതയിലാണെന്ന് അധികൃതർ അറിയിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളെക്കുറിച്ച് സൗഹൃദ US സേനയുമായി നേരിട്ടുള്ള ഏകോപനം നടത്തി. സംയുക്ത സാങ്കേതിക നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് വക്താവ് വ്യക്തമാക്കി. അപകടത്തിന്റെ കാരണം കണ്ടെത്തുന്നതിനായി അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണെന്നും വിവരങ്ങൾ ഔദ്യോഗിക ഉറവിടങ്ങളിൽ നിന്നും മാത്രമേ സ്വീകരിക്കാവൂ എന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. ഗൾഫ് മേഖലയിലേക്ക് ഇറാന്റെ ആക്രമണം തുടരുകയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ വിവിധ ഇടങ്ങളിൽ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. കുവൈത്തിൽ അമേരിക്കയുടെ യുദ്ധവിമാനം വീഴ്ത്തിയെന്ന് ഇറാൻ അവകാശപ്പെട്ടു. കുവൈത്തിലെ US എംബസിയിലും അഹമ്മദി റിഫൈനറിയിലും UAEയിലെ ആമസോൺ ഡാറ്റാ സെന്ററിലും ആക്രമണമുണ്ടായെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.